കൺസെപ്റ്റ്സ് ബോത്ത് പ്രൊട്ടക്ഷൻ ആൻഡ് റെസ്ട്രിക്ഷൻ ലുക്സ് ദ സെയിം. എക്കോയുടെ കഥയിലേക്ക് ബാഹുൽ രമേശ് എന്ന എഴുത്തുകാരനെ കൊണ്ടെത്തിച്ച വാക്കാണത്. കുര്യച്ചൻ എന്ന തന്ത്രശാലിയുടെ ക്രോണിക്കിൾസ് കണ്ടിറങ്ങുന്ന പ്രേക്ഷകനും കൂടെ കൂട്ടുന്ന ആവർത്തിച്ച് അടിവരയിടുന്ന വാക്ക്. ചിത്രത്തിൽ തെളിഞ്ഞ ഓരോ കഥാപാത്രത്തിന്റെയും വിധിയിൽ ആ കഥാകാരൻ അത് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ സംരക്ഷണത്തിനും നിയന്ത്രണത്തിനും ഒരേ മുഖമാണുള്ളതെന്ന്. എക്കോയിൽ മാത്രമാണോ? കിഷ്കിന്ധാകാണ്ഡത്തിൽ അപ്പുപിള്ള പറയുന്ന ഓർക്കുന്നില്ലേ? എന്റേത് ഒരു റിക്കവറി ഇല്ലാത്ത രോഗമാണ്, പക്ഷെ ഇപ്പോൾ ഞാൻ അതിൽ ഹാപ്പിയാണ്. അതൊരു ഫ്രീഡം അല്ലേ? നമുക്ക് ഇഷ്ടമുള്ള റിയാലിറ്റിയിൽ മാത്രം ജീവിക്കാനുള്ള ഫ്രീഡം. സോയുടെ ജീവിതത്തിലേക്ക് എക്കോയുടെ ഹസ്തങ്ങൾ നീളുമ്പോൾ അപ്പുപിള്ളയും അമ്പിളി രാജുവും അയ്യപ്പനും ഒക്കെ അതിലെ കണ്ണികളായി കൂടെ ചേരും. സ്വാതന്ത്ര്യത്തിന്റെയും വിധികളുടെയും ചട്ടക്കൂടിൽ കഥാപാത്രങ്ങളെ കൊണ്ട് പകിട കളിപ്പിക്കുകയാണ് ആ കഥാകാരൻ. നൂലിഴ പിരിയാതെ സസൂക്ഷ്മം പഴുതടിച്ച കഥ മെനയുന്ന ബാഹുൽ രമേശ്. ചുരുക്കം സീനുകൾ കൊണ്ട് പ്രിമൈസ് സെറ്റ് ചെയ്തെടുക്കുന്നതിലാണ് ബാഹുലിന്റെ ബ്രില്യൻസ്. കഥയും പശ്ചാത്തലവും മനസ്സിൽ പതിപ്പിക്കാൻ ഡയലോഗുകൾ പോലും വേണ്ട. മനുഷ്യരും കാടിന്റെ വന്യതയിലും മനുഷ്യന്റെ നിശബ്ദതയിലും അയാൾ മെനയുന്ന കഥകളുണ്ട്. പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ കൗതുകം പൂണ്ട കുഞ്ഞിനെ പോലെ ഊടുവഴികൾ ഓരോന്നിലും അയാൾ കഥയുമായി കയറിയിറങ്ങും. അത് വിശ്വസിച്ച് നമ്മളും ആ യാത്ര പോകും. പല മനുഷ്യരെ അവരുടെ ജീവിതത്തെ കാട്ടിത്തരും. അവിടെ മറു ചോദ്യങ്ങളോ സംശയങ്ങളോ ബാക്കിയില്ല. അത്രയ്ക്ക് കൺവിൻസിംഗ് ആണ്. സ്ക്രീനിൽ കാണുന്നയാൾ നല്ലവനോ കെട്ടവനോ എന്ന് അയാൾ പറഞ്ഞു തരും. അത് നമ്മൾ വിശ്വസിക്കും. കഥയുടെ പോക്കിൽ പതിയെ പതിയെ അവരുടെ മറുമുഖം തെളിയും. അപ്പോഴും കഥാകാരന്റെ പക്ഷത്ത് നമ്മൾ ഉറച്ചു തന്നെ നിൽക്കും. കഥ വീണ്ടും കാഴ്ചക്കാരനെ കബളിപ്പിച്ച് മറ്റൊരു പ്ലോട്ടിലേക്ക്. ഒടുക്കം അപ്രതീക്ഷിതമായൊരു പോയിന്റിൽ ചിന്തിക്കാൻ കഥകൾ ബാക്കി വെച്ച് അയാൾ സിനിമയെ അവസാനിച്ച യാത്ര പറയും. തിരശ്ശീലയ്ക്ക് പുറത്ത് കഥാപാത്രങ്ങൾ ഓരോരുത്തരെയും നെഞ്ചിലെ കൂട്ടിൽ ബാക്കിയിരുത്തി നമ്മളും. ബാഹുലിന്റെ കഥ എപ്പോഴും ഡിമാൻഡ് ചെയ്യുന്നത് ഹൈ പവർ പെർഫോമൻസ് കൂടെയാണ്. സ്ക്രീനിൽ വന്നു പോകുന്നയാളുടെ മുഴുവൻ മാനറിസങ്ങളും ആ കഥാപാത്രമായും പതിയെ ആ കഥാപാത്രത്തിന്റെ പല ഷെയ്ഡുകളിലേക്കും പരിവർത്തിക്കപ്പെടണം. മകനെ തേടിയിറങ്ങുന്ന അജയ് ചന്ദ്രന്റെ മോർച്ചറിയിലെ ഒരു പതറിച്ചയുണ്ട്. നിറഞ്ഞ കണ്ണിൽ പ്രതീക്ഷയാണോ ദുഃഖമാണോ എന്നറിയാതെ വല്ലാത്തൊരു ഭാവം. രണ്ടാം നോട്ടത്തിൽ മകൻ എന്ത് സംഭവിച്ചതെന്ന് അറിയുന്ന എന്നാൽ പൂർണ്ണമായും അറിഞ്ഞുകൂടാത്ത അച്ഛന്റെ ആദിയായി അതേ പെർഫോമൻസ് അനുഭവപ്പെടും. അപ്പുപിള്ളയുടെ ഓർമ്മയ്ക്കും മറവിക്കുമിടയിലെ സ്വാതന്ത്ര്യമാണ് കിഷ്കിന്ധാകാണ്ഡത്തിന്റെ സത്ത. അതൊരു സ്വാതന്ത്ര്യമല്ലെന്നും തടവറയാണെന്നും ആട്ടം കണ്ടിരിക്കുന്ന നമുക്കറിയാം. രണ്ടിനുമിടയിലൂടെ ബാഹുൽ വരയ്ക്കുന്ന നേർത്ത നൂൽപാലത്തിലൂടെയാണ് കഥ ചലിക്കുന്നത്. അവിടെ വിധി പ്രതിസ്ഥാനത്തും മനുഷ്യർ സന്ദിഗ്ധത്തിലുമാകും. അമ്പിളി രാജു എന്ന പോലീസുകാരന്റെ കഥ തേടി ഇറങ്ങിത്തിരിക്കുന്ന ക്രൈം ഫയൽസ് പല മനുഷ്യരെ കണ്ണിച്ചേർത്ത് മുന്നോട്ട് പോയതുപോലെ അവിടെ ശരിതെറ്റുകളുടെ പട്ടിക തിരിച്ച പാഠങ്ങളില്ല. കൃത്യമായ പ്ലാനിങ്ങോടെ കഥ അതിന്റെ അന്ത്യം കണ്ടെത്തും. കഥ, തിരക്കഥ, സംഭാഷണം എന്നതാണ് എഴുത്തിന്റെ യാഥാസ്ഥിതിക രീതി. പക്ഷേ ബാഹുലിന്റെ നിയമം അങ്ങനെയല്ല. ഇവിടെ കഥയില്ലല്ലോ എന്ന് ചോദിക്കുന്ന കഥാകാരൻ സംഭാഷണങ്ങളിലാണ് എഴുത്ത് ആരംഭിക്കുന്നത്. രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണത്തിൽ അടുത്ത സീനുകൾ ഡെവലപ്പായി വരും. എല്ലാം ചേർത്ത് വെച്ച് ഒടുക്കം രൂപപ്പെടുന്നതാണ് അവിടെ കഥ. സ്ക്രിപ്റ്റ് പകുതിയായാൽ അച്ഛന് വായിക്കാൻ കൊടുക്കും. ഇനി എന്ത് സംഭവിക്കുമെന്ന ചോദ്യത്തിന് പരമാവധി ഉത്തരങ്ങൾ കണ്ടെത്തും. അതിനെല്ലാം കവച്ചു വെച്ചൊരു പ്ലോട്ടിലേക്കാണ് പിന്നെ പോക്ക്. കീഴ്വഴക്കങ്ങൾ എന്തൊക്കെയാണോ അതൊന്നും വേണ്ട. ശീലം എന്താണോ അത് ചെയ്യാതിരിക്കുന്നതിലാണ് ബാഹുൽ രമേശ് കഥകളുടെ വിജയം. അവിടെ ദൃശ്യങ്ങൾക്കിടയിലൂടെ കഥ കണ്ടെത്തി വായിക്കാനുള്ള അവസരം കൂടെ ബാക്കി നിർത്തും. എക്കോയുടെ മാത്രം ഡീകോഡിംഗ് തിയറികൾ സോഷ്യൽ മീഡിയ ഭരിക്കുന്നത് ആ വിട്ടുപോയ കണ്ണികൾ കൂട്ടിക്കെട്ടാനുള്ള കാഴ്ചക്കാരന്റെ ജിജ്ഞാസയുടെ ഫലമായാണ്. കഥ മുഴുവൻ കണ്ടു തീർക്കുകയല്ല പ്രേക്ഷകന്റെ കടമ. എന്ത്, ഏത്, എന്തിനു തുടങ്ങിയ 100,000 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തൽ കൂടിയാണ്. മലയാള സിനിമ ഇക്കാലം അത്രയും ആഘോഷമാക്കിയ ചുരുക്കം എഴുത്തുകാരുടെ ലിസ്റ്റിലേക്കാണ് ബാഹുലും കടക്കുന്നത്. ചുരുക്കം ചിത്രങ്ങൾ കൊണ്ട് മലയാള സിനിമയുടെ ഭാവിയിലേക്ക്. സൂപ്പർ താരങ്ങൾക്കൊപ്പം സിനിമ വേണമെന്ന ഡിമാൻഡ് ഉയർന്നതും ആ വിശ്വാസത്തിലാണ്.